നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ്. ശക്തമായ ആക്രമണമാണ് അമേരിക്ക ഇറാനിലേക്ക് അവരുടെ പടക്കപ്പലുകളിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണ ലക്ഷ്യങ്ങൾ ഈ മണിക്കൂറുകളിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏറ്റവും വലിയ വിഷയം, അല്ലെങ്കിൽ ഇറാനിൽ യുദ്ധം തുടരാനുള്ള അമേരിക്കയുടെ താൽപ്പര്യത്തിനു പിന്നിൽ ആണവായുധങ്ങളാണ്. ഇറാന് ആണവായുധങ്ങൾ ഇതുവരെ നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ലോകം വിലയിരുത്തുന്നത്. പക്ഷേ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട്. യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിച്ചു വരികയാണ്. ഏതാണ്ട് 450 കിലോഗ്രാമോളം വരുന്ന യുറേനിയമാണ് അമേരിക്കയുടെ ലക്ഷ്യം. അത് കൈക്കലാക്കുകയാണ് അമേരിക്കയുടെ പരമപ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ യുറേനിയം നിക്ഷേപം എവിടെയാണ് ഇറാൻ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അമേരിക്കയ്ക്ക് ഇതുവരെയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. യുറേനിയം നിക്ഷേപം എടുത്തു മാറ്റാനും അതുപോലെ തന്നെ ഒളിപ്പിച്ചു വയ്ക്കാനുമെല്ലാം വളരെയധികം എളുപ്പമായതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ നിക്ഷേപം എവിടെയെന്ന് കണ്ടെത്തുക സത്യത്തിൽ അത് വളരെയധികം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്നാൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ, അതായത് ഈ മണിക്കൂറുകളിലെ ആക്രമണം നിരീക്ഷിക്കുമ്പോൾ തീർച്ചയായും അമേരിക്കയ്ക്ക് ഈ യുറേനിയം നിക്ഷേപം എവിടെയുണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന സംശയം ഉടലെടുക്കുകയാണ്. കാരണം ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അമേരിക്കയുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകളടക്കം ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴുണ്ട്. കനത്ത ആക്രമണം നടത്തുമെന്നും ഇറാനെ ഇല്ലാതാക്കുമെന്നും അമേരിക്ക നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുറേനിയം നിക്ഷേപം അത് ഏതാണ്ട് 60% ഇറാൻ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. 90% യുറേനിയം സമ്പുഷ്ടീകരിച്ചാൽ ആണവായുധം ഇറാന് കൈക്കലാക്കാൻ കഴിയും. ആ ആണവായുധം ഇറാൻ കൈക്കലാക്കിയാൽ ഉടൻ തന്നെ അമേരിക്കയ്ക്ക് മേലോ ഇസ്രായേലിനു മേലെയോ പ്രയോഗിക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഫെബ്രുവരി 28-ന് ഇറാനെ നടുക്കിയ ഒരു സംഭവമാണ് നടന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തന്നെ ചർച്ചകൾ എത്ര നടത്തിയാലും, എത്രമാത്രം ഇറാനെ സമാധാനത്തിൻ്റെ ഒരു വഴി പറഞ്ഞു കൊടുത്താലും ഇറാൻ അതിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർ പക വീട്ടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. തൻ്റെ അച്ഛൻ്റെ ചോരയ്ക്ക് പകരം വീട്ടുമെന്ന് മകൻ മുജ്തബ ഖമേനി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരെയൊക്കെ വധിക്കണമെന്ന് അവർ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക വലിയ ഭയപ്പാടിലാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ പോലും എതിരെ പോലും വധശ്രമം ഇതിനോടകം തന്നെ ഉണ്ടായി എന്ന സൂചനകളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയ്ക്ക് അമേരിക്ക ആക്രമണം തുടങ്ങിയത്. ഇറാനാണ് ആദ്യം കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ നടന്ന വധശ്രമം കൂടിയായപ്പോൾ ചർച്ചകളെല്ലാം അവസാനിപ്പിച്ച് ഇറാനെ എത്രയും വേഗം തീർക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് അമേരിക്ക അടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആണവായുധങ്ങൾ കണ്ടെത്താനും അഥവാ യുറേനിയം കണ്ടെത്താനും അത് നശിപ്പിക്കാനുമുള്ള ശ്രമം അമേരിക്ക നടത്തുന്നത്. അത് നടത്തിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് വിജയിച്ചില്ല എങ്കിൽ തീർച്ചയായും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ദോഷകരമായി ഭവിക്കും. അതാണ് ഇസ്രായേൽ കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചർച്ചകളിലൂടെ പരിഹാരം കാണാമെന്ന് അമേരിക്ക വിശ്വസിച്ചിരുന്നു. അമേരിക്ക ഈ യുറേനിയം നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ ഇറാന് നൽകിയിരുന്നു. യുറേനിയം മുഴുവനായും ഈ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ അത് അമേരിക്കയ്ക്ക് കൈമാറണം. അമേരിക്ക അത് ഉപയോഗിക്കുന്ന പ്രശ്നമില്ല, മറിച്ച് അമേരിക്ക അതിനെ നശിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതല്ലെങ്കിൽ ഇനി അങ്ങോട്ട് യുറേനിയം സമ്പുഷ്ടീകരണം നടക്കാത്ത രീതിയിൽ അതിനെ രാസപ്രക്രിയയ്ക്ക് വിധേയമാക്കിയ ശേഷം ഇറാനിൽ തന്നെ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് അമേരിക്ക ഇറാന് നൽകിയത്. പക്ഷേ ഒരു കാരണവശാലും യുറേനിയം, കയ്യിലുള്ള യുറേനിയത്തിന് ഒന്നും സംഭവിക്കരുത് എന്ന നിർബന്ധം ഇറാൻ്റെ കയ്യിലുണ്ട്. കാരണം ഇറാന് യുറേനിയം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് വർഷങ്ങളുടെ ശ്രമം കൊണ്ട് അവർ നേടിയെടുത്തതാണ്. ഇറാൻ്റെ പരമാധികാരത്തിൻ്റെ അടയാളമായിട്ടൊക്കെയാണ് അവർ കാണുന്നത്. പക്ഷേ അമേരിക്ക ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഇറാന് പാടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചർച്ചകൾ വഴിമുട്ടിയത്. ഇപ്പോഴിതാ കനത്ത ആക്രമണം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ അമേരിക്ക ഇത്തരം ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഇറാൻ
ഇറാൻ പ്രതിരോധത്തിലാകുന്നില്ല. ഇറാനും കൃത്യമായ തിരിച്ചടി നടത്തുന്നുണ്ട്. ഇറാൻ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് ബഹ്റൈൻ, UAE, കുവൈറ്റ്, ഖത്തർ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് പ്രത്യാക്രമണം തുടരുകയാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അതിമാരകമായ പ്രഹരമാണ് ഇപ്പോൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന് ഇനി ഒരു കാരണവശാലും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ചില ആക്രമണം, ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് സൂചന നൽകുകയും ചെയ്യുന്നു. ഇറാന്റെ ആണവായുധങ്ങൾക്ക് പിന്നാലെ പോകുന്നു. അതിനോടൊപ്പം തന്നെ അമേരിക്ക ഹോർമൂസിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്ക് മുഴുവനായും അമേരിക്കൻ നിയന്ത്രണത്തിലാക്കുക. അവിടെയുള്ള അമേരിക്കൻ പട്ടാളക്കാരുടെ എണ്ണം 10,000-ൽ നിന്നും 50,000-ആയി ഇതിനോടകം തന്നെ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. പടക്കപ്പലുകളും നൂറുകണക്കിന് യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ മിസൈൽ ശേഖരവും എല്ലാം ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുപയോഗിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് തൊട്ട് മുന്നോടിയായി ഒമാൻ ചില ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തങ്ങളുടേതാണ് എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അതങ്ങനെയല്ല, അത് ലോകത്തുള്ള മുഴുവൻ കപ്പലുകൾക്കും പോകേണ്ട അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ് എന്ന് അമേരിക്ക പറയുന്നു. ഇതൊരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് ഇറാനും പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷേ തൊട്ട് മുമ്പ് ഒമാൻ അതുമായി ബന്ധപ്പെട്ട് ഹോർമൂസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ചില ചർച്ചകൾ, ചില മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ ഒമാൻ നടത്തുന്നുണ്ട്. ഒമാൻ വിദേശകാര്യമന്ത്രി ഹോർമൂസുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചർച്ചകൾ സങ്കീർണമാണ്. ഈ ചർച്ചകളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഒമാൻ ഇപ്പോൾ പറയുന്നത്. അമേരിക്കയും ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചുകൊണ്ട് രംഗത്തുണ്ട്. വലിയ നാവികപ്പടയാണ് അമേരിക്ക ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ നിരത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സൗദിക്ക് നേരെ ഹൂതികളുടെ ആക്രമണവും നടക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കടലിടുക്കായ ബാബൽ മന്ദബ്, ഈ ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂതികൾ, വിമത വിഭാഗമായ ഹൂതികൾ ഇപ്പോൾ അവിടെ ഈ കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. മാത്രമല്ല അവിടെ നിന്നും സൗദിയിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഇന്ത്യൻ UAE കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. UAE കപ്പലുകളിൽ ഉണ്ടായിരുന്ന നാവികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇന്ത്യൻ നാവികരിൽ ഇവർ 2 പേരുടെ നില ഗുരുതരാവസ്ഥയിലാണ്. ഒരു ഇന്ത്യൻ നാവികന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ അതിശക്തമായ പ്രതിഷേധം ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ ഡെപ്യൂട്ടി ചീഫിനെ വിളിച്ചു വരുത്തി, ഇറാന്റെ ഈ ഇന്ത്യൻ മിഷൻ ഓഫീസിലെ ഡെപ്യൂട്ടി ചീഫിനെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധമാണ്. ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ തെക്കൻ പാതയിലൂടെയാണ് ഈ കപ്പലുകൾ പോയത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. എണ്ണ ടാങ്കറുകളായിരുന്നു, ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. പക്ഷേ ഈ എണ്ണ ടാങ്കറുകൾ മിസൈൽ ആക്രമണത്തിൽ തന്നെ തീപിടിക്കുകയും വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ്, അല്ലെങ്കിൽ ഈ ആക്രമണത്തിലാണ് ഇന്ത്യൻ നാവികൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നിരവധി ഇന്ത്യൻ നാവികർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ അത് ഇന്ത്യ വളരെ ഗൗരവമായി കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു അത്യാഹിതം ഇറാന്റെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതിഷേധം ഇറാനെ ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും പുതിയ സംഘർഷങ്ങൾ, പുതിയ പ്രതിസന്ധി ലോകത്ത് സൃഷ്ടിക്കുകയാണ്. കാരണം ഒരു ഭാഗത്ത് ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നു, അവിടെ ഇറാൻ ഉപരോധം തീർക്കുന്നു. അമേരിക്കയും ഇപ്പോൾ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് ഒരു കപ്പലുകളെയും പോകാൻ അനുവദിക്കില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പലും പോവുകയില്ല എന്ന് ഇറാനും IRGCയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ IRGCയുടെ ഈ തുറമുഖം ഉപരോധിക്കാനുള്ള കഴിവുകളെയെല്ലാം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്ന ഭാഗങ്ങൾ, അതായത് മിസൈലുകൾ, ഡ്രോണുകൾ ഇവയൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഇടങ്ങൾ, അതോടൊപ്പം തന്നെ കമാൻഡ് സെന്ററുകൾ, അതോടൊപ്പം ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇതെല്ലാം അമേരിക്ക ഇറാൻ്റെതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും അമേരിക്ക നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ പൂർണ്ണമായും ഹോർമൂസിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിൽ ആവശ്യത്തിനുള്ള സുരക്ഷ നൽകാം, പക്ഷേ 20% ചുങ്കം നൽകേണ്ടി വരും എന്ന്
അമേരിക്ക ഫീസ് നൽകേണ്ടി വരും, സുരക്ഷയ്ക്കുള്ള ഫീസ് നൽകേണ്ടി വരുമെന്ന് അമേരിക്ക ലോകരാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതിനെ ഇറാൻ കളിയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ, ഇറാൻ്റെ സൈനിക ശേഷി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ, ഇതെല്ലാം അമേരിക്ക അതിശക്തമായി തന്നെ നടത്തുകയാണ്. ഒരു ഭാഗത്ത് ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നു. എണ്ണ വിപണിയിലേക്കുള്ള എണ്ണയുടെ വരവ് അതിനെ വലിയ തോതിൽ ബാധിക്കാൻ ഈ ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം കാരണമാകും. മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള മറ്റൊരു കടലിടുക്കായ ബാബൽ മന്ദബും ഇപ്പോൾ ഹൂതികൾ അടച്ചിരിക്കുകയാണ്. അവിടെ ഹൂതികൾ തടസ്സം സൃഷ്ടിക്കുന്നു. യൂറോപ്പിനെയും അതുപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ കപ്പൽച്ചാര ആണ് അത് ബാബൽ മന്ദബ്. ഈ ബാബൽ മന്ദബിലൂടെ പ്രധാനമായും ചരക്ക് ഗതാഗതമാണ്, എണ്ണ ഒഴികെയുള്ള ചരക്ക് ഗതാഗതമാണ് നടക്കുന്നത്. പ്രധാനമായും ഇത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുടെ വ്യാപാരത്തെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. എന്നാൽ ഇന്ത്യ ആവശ്യത്തിനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്ന് ഇന്ത്യൻ സർക്കാർ അറിയിക്കുന്നുണ്ട്. എണ്ണവില തൽക്കാലം ഉയർത്തുന്ന പ്രശ്നമില്ല. കാരണം $120 അന്താരാഷ്ട്ര എണ്ണവില എത്തിയപ്പോഴുള്ള എണ്ണവിലയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിലുള്ളത്. ഇപ്പോൾ അന്താരാഷ്ട്ര എണ്ണവില $80 നിന്നും $86 കുതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ തൽക്കാലം എണ്ണവില വർദ്ധിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് സർക്കാർ വെളിപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഈ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടന്നാലും രാജ്യത്തിനാവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്നുണ്ട്. 41 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യക്ക് എണ്ണ വരുന്നത്. പക്ഷേ ബാബൽ മന്ദബ് അടയുന്നതോടുകൂടി ഇതിലെന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. ഈ രംഗത്തെ വിദഗ്ധർ വിഷയം വളരെ വിശദമായി തന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയുമാണ്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം അത് തുടരുക തന്നെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവില്ല. അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തുന്നു. ഇറാനെ ലോക ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തുന്നത്. ഹൂതികളും ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഹിസ്ബുള്ളയെ തീർക്കാൻ ഇസ്രയേൽ അപ്പുറത്തുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളും ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സും എല്ലാം ഇപ്പോൾ ആയുധം വെച്ച് കളിക്കുകയാണ് പശ്ചിമേഷ്യയിൽ. ഇത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. രാജ്യം നിതാന്ത ജാഗ്രതയിലുമാണ്.